സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വേണുഗോപാല നന്ദനന്ദന രാധികാ പ്രാണനായക പ്രേമവിണ്ണിലെ പൂർണ്ണചന്ദ്രനായി മിന്നുമീ നീല വർണ്ണനെ കാണുകില്ലേ ഞാൻ പ്രാണനാകുമെൻ പൈതലേ. ഭക്തിദീപം കൊളുത്തി നീ എൻ്റെ ഹൃത്തടത്തിങ്കൽ ഭദ്രമായി കെട്ടുപോകാതെ കാത്തിടേണമേ. കാരുണ്യത്തിൻ്റെ കാതലേ ജീവൻ നേടേണ്ട നിത്യശാന്തി ജീവിതത്തിൽ ഞാൻ നേടുമോ. കർണപീയൂഷ ഗാനമാകും നിൻ കിങ്ങിണീനാദം കേട്ടു ഞാൻ ആനന്ദത്തിൽ മാതിമയങ്ങിയൻ മാനസ വീണ മീട്ടുമോ. വേണുഗോപാല നന്ദനന്ദന രാധികാ പ്രാണനായക. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃദാനനന്ദോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിമ്ണ കണികാപി കാപി കാപി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. പാർവതീ പരമേശ്വരൗ. വാഗീശാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുങ്കുരുഭ്യോ നമഃ. കഥാമയീം ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതൈസ്തുതീയൈഃ യഥാമതി തുൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ.
ശ്രീകൃഷ്ണായ നമഃ. ഭാഗവതാമൃത മഹാസത്രം എന്ന് പറയണ പോലെ ഭാഗവതവും ഭാഗവതത്തിലെ കഥ പറഞ്ഞു തരണതായിട്ടുള്ള ആചാര്യന്മാരും എല്ലാവരും നമ്മളോട് പറയണത് അത് തന്നെയാണ്. ഇത് അമൃതാണ്, അമൃതാണ് എന്നാണ് പറയണത്. ഏത് ഭാഗ്യം തൊട്ടാലും ഇതിനേക്കാൾ മധുരമുള്ള വേറൊരു ഭാഗ്യമുണ്ടോ എന്നാണ് നമ്മളെ ബോധിപ്പിക്കണത്. അത് ഏത് ഭാഗ്യമായാലും. സജ്ജനങ്ങൾ പറയാറുണ്ട്, വലിയൊരു കൽക്കണ്ടത്തിൻ്റെ കഷ്ണം അത് ചെറിയ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ. വലിയ കഷ്ണം അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? അത് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടാണ് കുട്ടികൾക്ക് വലിയവർ കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്കത് ആനന്ദമായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ആ ഓരോ കഷ്ണത്തിൻ്റെ മാധുര്യവും അത് കുറച്ച് ചെറുതായാലും കുറച്ച് വലുതായാലും മാധുര്യം ഒരുപോലെയാണ് എന്ന് ആചാര്യന്മാർ നമ്മളെ ബോധിപ്പിച്ചും കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ ആ മധുരം എത്ര ആസ്വദിച്ചാലും കഴിയാത്തതാണ്. സജ്ജനങ്ങൾ പറയാറുണ്ട്, മൂകം കരോതി വാചാലം എന്ന് പറയണ മാതിരി ഒരു മൂകന് പറയാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യാറ്? കണ്ണുകൊണ്ടും കൈകൊണ്ടും ഒക്കെ ആംഗ്യം കാണിക്കും, വളരെ ഗംഭീരാണ് എന്ന്. അത് പറയാൻ പറ്റണില്ല അയാൾക്ക്. അതുപോലെയാണ് ഓരോരുത്തരും നമ്മളെ ബോധ്യപ്പെടുത്തി തരണത് എന്നുള്ള ആ ഒരു സത്യം ഗുരുവായൂരപ്പ മഹാഗണപതേ നമ്മളെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തി തരണേ എന്ന് മാത്രമേ ഒന്ന് പ്രാർത്ഥിക്കാനുള്ളൂ. എത്ര മനോഹരമായിട്ടുള്ള കഥകളാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇനി ഇപ്പം ഇവിടെ പറയണത് മത്സ്യാവതാരം കഥയാണ്. ഭഗവാന്റെ ആ വികൃതി ഇപ്പം നമ്മൾ കേട്ടുമല്ലോ. മഹാബലിയുടെ അടുത്ത് നേരിട്ട് വന്നില്ല, ചെറിയ ഒരു ഉണ്ണിയായിട്ട് വന്നു, കണ്ടാ മനസ്സിലാവാതിരിക്കാൻ. അങ്ങനെ ഓരോ ഭക്തന്മാരുടെ അടുത്തും ഭഗവാൻ സത്യം പറഞ്ഞാൽ ഓരോ കള്ളവേഷം കെട്ടി വരും. അങ്ങനെയാണ് നമ്മൾ കാണാറ്. നേരിട്ട് വന്നിട്ടല്ല അനുഗ്രഹം, വേഷം മാറ്റി വന്നിട്ടാണ് ഓരോരുത്തരെയും ഭഗവാൻ അനുഗ്രഹിക്കണത്. അതിന് ഇന്ന തരത്തിലുള്ള രൂപം ഇല്ലയെന്നും, അതാണ് സന്ദർഭത്തിനനുസരിച്ച് ഭക്തനനുസരിച്ച് ഒക്കെയാണ് ഭഗവാൻ ഓരോ വേഷം കെട്ടി വന്ന് അവരെ അനുഗ്രഹിക്കണത്. അത് അവരവരുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട പോലെ സ്വീകരിക്കാൻ പറ്റും ഭഗവാനെ, എത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാഗവത്തിലെ ഓരോ കഥകൾ നോക്കുമ്പോൾ നമുക്ക് അത്ഭുതമാവും. ഇപ്പോൾ ഭീഷ്മരെന്നെ പറഞ്ഞില്ലേ, ആദ്യത്തെ കഥയാണ് ഭീഷ്മരുടെ കഥ. ഭഗവാനോട് പറഞ്ഞു, എന്തൊരത്ഭുത, എൻ്റെ വാക്ക് അങ്ങ് സത്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ ചക്രായുധം എടുത്തിട്ട് എൻ്റെ നേരെ പാഞ്ഞു വന്നത് എന്ന് ചോദിച്ചു ഭഗവാനോട്. എന്തൊരത്ഭുതമാണത്. അദ്ദേഹത്തിന് അതെങ്ങനെ മനസ്സിലായി? അതാണ് ശരിക്ക് ആർക്കും ആ രഹസ്യം മനസ്സിലാക്കാൻ പറ്റില്ല. അർജുനനെ ഇത്രയധികം വേദനിപ്പിച്ചതുകൊണ്ട്, യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് ഭഗവാൻ ചക്രായുധം എടുത്ത് ഓടി വന്നത് എന്നല്ലേ ആർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഭീഷ്മർ പറഞ്ഞു, അല്ല, ദാ പശ്യഭൂപാനുകമ്പിതം എന്ന് പറഞ്ഞു. നോക്കൂ ധർമ്മപുത്രരെ, എല്ലാവരെയും ഭഗവാൻ ഓരോ തരത്തിൽ ഓരോ സമയത്തും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ അനുഭവം ഭീഷ്മർ പറയണത്. അതേമാതിരിയാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ, മഹാബലിയുടെ അടുത്ത് ചെറിയ ഉണ്ണിയായി വന്നിട്ട് കുറച്ച് പരുഷഭാവമൊക്കെ സ്വീകരിച്ചെങ്കിലും ലവലേശൊരു പരിഭ്രമം, ഒരു കുലുക്കം മഹാബലിക്ക് ഉണ്ടായില്ല. മഹാബലി ആ ആദ്യത്തെ ആ ഭാവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ചിത്രകേതുവിൻ്റെ കഥ.
മഹാദേവൻ തന്നെ ബഹുമാനിക്കണു ഭഗവത് ഭക്തന്മാരെ. ശ്രീപാർവതിയോട് പറയണില്ലേ, നോക്കൂ, ഇതാണ് മാഹാത്മ്യം വിഷ്ണു ഭക്താനാം എന്ന് പറയുന്നുണ്ട്. വിഷ്ണു ഭക്തന്മാരുടെ മാഹാത്മ്യാണിത്. പാർവതി ശപിച്ചിട്ടും ഒരു കുലുക്കുണ്ടായോ ചിത്രകേതുവിന് എന്നാ ചോദിക്കണത് മഹാദേവൻ. അപ്പോൾ ഒരു പരിഭ്രമല്യായ, അതാണ് ഭക്തൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും മഹാബലി കാണിക്കണതായിട്ട് ഇപ്പം നമ്മൾ കേട്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കഥയും. ഇത് തന്നെയാണ് സത്യവ്രതൻ്റെ അടുത്ത് ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് വന്നപ്പോഴും ലവലേശം ഒരു പരിഭ്രമം അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയില്ല സത്യവ്രതന് എന്ന് കാണിച്ചു. ഇത് എല്ലാ ദിക്കിലും അത് എല്ലാവരെയും അനുഗ്രഹിക്കാനും മഹാദേവൻ ഭഗവാനോട് പറയുന്നുണ്ട്, എന്ത്, എനിക്ക് അങ്ങയുടെ സ്ത്രീരൂപം ഒന്ന് കാണണം എന്നൊരു മോഹം. മഹാദേവൻ്റെ ഭക്തി അങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത്. നാരദ മഹർഷി പറയണത് കേട്ടിട്ട് ഭഗവാന്റെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. ഭട്ടതിരിപ്പാട് പറഞ്ഞ അതേ വാക്കാണ് മഹാദേവൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞത്. ആർക്കാ കേട്ട പരിഭ്രമം, ഒരിളക്കൊക്കെ ഇല്ലാണ്ടിരിക്കുക ആർക്കാ, എനിക്ക് അവിടുത്തെ ആ സ്ത്രീരൂപം കണ്ടാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞു. ഭഗവാനും അതെ ഒന്ന് ചിരിച്ചു. അവിടെ ശ്രീശുക ബ്രഹ്മർഷി പറയുന്നുണ്ട്, ഏവം അഭ്യർത്ഥിതോ വിഷ്ണു ഭഗവാൻ ശൂലപാണിന എന്നൊക്കെയാണ്. അങ്ങനെയാണ് ഭഗവാനും മഹാദേവനെ ഒന്ന് ബഹുമാനിച്ചത്. സജ്ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് ഭഗവാൻ തന്നെ ഒന്ന് ആലോചിച്ചു അത്രേ. എന്താ അത്? കയ്യിലിരിക്കണത് ശൂലാണേ. അപ്പോൾ ദേഷ്യം വന്നാൽ എടുക്കണത് ശൂല. ഈ ആളുടെ മുമ്പിൽ വേണം താൻ സ്ത്രീവേഷം കെട്ടി ആടാൻ. എന്താ വേണ്ടത് എന്നൊരു നിമിഷം ആലോചിച്ചു. സംശയം ഉണ്ടായില്ല. മഹാദേവൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറമില്ല. തത്തേഹം ദർശയിഷ്യാമി ദിദൃക്ഷോസുരസത്തമ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് പോയ ആൾ വേഷം മാറി വന്നപ്പോഴേക്ക് തൻ്റെ സൗന്ദര്യം കൊണ്ട് മഹാദേവൻ ഇങ്ങോട്ട് പറഞ്ഞതോ താൻ അങ്ങോട്ട് പറഞ്ഞതോ മറന്നുപോയി മഹാദേവൻ. അത്രമാത്രമായിരുന്നു ആ സൗന്ദര്യം. ആരാമസീമനിച്ച കന്ദുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂവേഗാൽ അനങ്കരിപുരംഗസമാലിലിംഗ. എത്ര മനോഹരമായിട്ടാണ് ഭട്ടതിരിപ്പാട് ഒരു ശ്ലോകം കൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ആ മോഹിനി രൂപത്തെ മഹാദേവനെ ഒക്കെ നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നത്. എന്തൊരു മനോഹരമായിരുന്നു. അസുരന്മാർക്ക് ദേവന്മാർക്ക് അടക്കം ആ മൃദു വിളമ്പി കൊടുത്തപ്പോഴും അതെ. ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ തുടങ്ങിയാൽ അതിന് പിന്നെ ഒരു അവസാനമില്ല. അതാണ് ഭട്ടതിരിപ്പാട് ഒരേ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞത് സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന്. അതാണ് വിക്രീഡതിം കന്തുകലീലയാല സദ്ദുകൂല പര്യസ്തനിദംബമേഖലാം ആവർത്തനോദ്വർത്തന കമ്പിതസ്തന പ്രകൃഷ്ടഹാരോരുഭരൈ പദേ പദേ പ്രഭജ്യമാനാമിവ മധ്യതശ്ചലൽപദപ്രവാളം നയതീം തതസ്തതാപാദ ചൂടും. ആ പന്തടിക്കണ സമയത്ത് തൃക്കണ്ണുകളുടെ ഒക്കെ ഭംഗി പോലെ ആ പന്തടിക്കണ സമയത്ത് ആ തൃക്കൈയിൻ്റെ ഭംഗി, അതിനനുസരിച്ച് ചലിക്കണതായിട്ടുള്ള പാദങ്ങളുടെ ഭംഗി, അംഗപ്രത്യംഗം ആ സൗന്ദര്യം നമുക്കിങ്ങനെ കാണിച്ചു തരണു. വിനിഘ്നതീ മന്യകരേണ കന്തുകം വിമോഹയന്തീം ജഗദാത്മമായയാ. കൈകളെ കൊണ്ട് മാറി മാറി അടിച്ചും കൊണ്ട് ആ മോഹിനി അങ്ങനെ സഞ്ചരിച്ച സമയത്ത് എന്താ ഉണ്ടായത്? താം വീക്ഷ്യ ദേവ ഇതി കന്തുകലീലയേഷദ്വ്രീഡാസ്ഫുടസ്മിത വിസൃഷ്ടകടാക്ഷമുഷ്ട സ്ത്രീപ്രേക്ഷണ പ്രതിസമീക്ഷണ വിഹ്വലാത്മാ നാത്മാനമന്തിക ഉമാം സ്വഗണാംശ്ച വേദ. ഒക്കെ അങ്ങോട്ട് മറന്നു മഹാദേവൻ എന്നാണ്.
മഹാത്രിപുര സുന്ദരി തന്നെയാണ് നാരദനും വന്ന് പറഞ്ഞത് മഹാദേവനോടെ. അതങ്ങടെ അനുഭവപ്പെടുത്തി കൊടുത്തു. നാരദൻ്റെ വാക്ക് വെറുതെ ആവാൻ പറ്റില്ലല്ലോ. സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം, ഇതെല്ലാ ദിക്കിലും കാണാം ഭഗവാന്റെ ആ ലീലകളിൽ. നാരദൻ എന്താ പറഞ്ഞത്? മഹാത്രിപുര സുന്ദരി എന്നുള്ള പേര് സത്യം പറഞ്ഞ ശ്രീ പാർവതി ദേവിക്കാണ്. പക്ഷേ ഭഗവാന്റെ സ്ത്രീരൂപം കണ്ടാൽ ഇതൊന്നും സാരമില്ല എന്നാ പറഞ്ഞത്. അത്ര ഗംഭീരായിരുന്നു എന്നാണ് നാരദൻ്റെ വാക്ക്. അതങ്ങോട്ട് സട്ടിയാക്കി കൊടുത്തു. എന്ത്? സ്ത്രീ പ്രേക്ഷണ പ്രതിസമീക്ഷണ വിഹ്വലാത്മ. ആ പന്തടിക്കണതിൻ്റെ സമയത്ത് ഭഗവാനാണല്ലോ പന്തടിക്കണത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു ദൃഷ്ടി മഹാദേവൻ ഇങ്ങനെ കൊടുക്കും, ഒരു കടാക്ഷം. അതോടെ കഴിഞ്ഞു. എന്ത്? നാൽമാനമന്തിക ഉമാം സ്വഗണാംശ്ച വേദ. അവരെ പോയിട്ട് തന്നെ കൂടി മറന്നുപോയി മഹാദേവൻ എന്നാണ്. ഈ മഹാത്രിപുര സുന്ദരിയായിട്ടുള്ള ശ്രീപാർവതി, മഹാദേവൻ, സുബ്രഹ്മണ്യസ്വാമി, മഹാഗണപതി, എന്തിനധികം നാൽമാനം തന്നെ തന്നെ മറന്നു ശ്രീ മഹാദേവൻ. അതുകൊണ്ട് എന്തായി? പിന്നെ വലിയ താമസമൊന്നും ഉണ്ടായില്ല. ഭവാന്യാഭിപശ്യന്ത്യ ഗതഹ്രീസ്തൽപദം യയൗ ഒക്കെ അങ്ങോട്ട് മറന്നാൽ പിന്നെന്താ ചെയ്യുക? ഈ ഞാൻ എന്നുള്ള ഭാവം, എൻ്റെ എന്നുള്ള ഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്നും ഗുരുവായൂരപ്പനെ കാണുമ്പോൾ മോഹിക്കാത്തത്. ആ ഭാവങ്ങളൊക്കെ പോയാലോ നമ്മളും ഇതേമാതിരി മോഹിക്കും. അപ്പം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് തരണേന്ന് പ്രാർത്ഥിക്കേ നിവൃത്തിയുള്ളൂ. സജ്ജനങ്ങൾ അതാണ് പറയണതും. നമ്മളുടെ മനസ്സിൻ്റേതായിട്ടുള്ള ശ്രീകോവിൽ തുറന്നു വച്ചിരിക്കുക, അവിടെ വന്നിരിക്കണം എന്ന് ഗുരുവായൂരപ്പൻ വിചാരിക്കണം. സിംഹാസനം തയ്യാറാക്കി വയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. അവിടെ വന്നിരിക്കേണ്ടത് ഗുരുവായൂരപ്പനാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്ന ഭക്തന്മാരുടെ കഥകളാണ് നിറച്ചും. ഭഗവാൻ അപ്പോഴും തോന്നുന്നു ഒരു കുസൃതി. ആരുടെ അടുത്താ കള്ളവേഷം കെട്ടാണ്ട് ചെന്നിരിക്കണത് എന്നാണ് ചോദ്യമുള്ളൂ ഭാഗവതത്തിൽ. അതാണ് അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ശ്രീ മഹാദേവൻ്റെ ആ ഒരു ആനന്ദം ഒക്കെ മറന്നതായിട്ടുള്ള ആ ഒരു ലയം ആലോചിച്ച് നോക്കിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ആ മുടി പിടിച്ച് തൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അടുപ്പിക്കും. എന്നിട്ട് നല്ലോണം അങ്ങനെ ആലിംഗനം ചെയ്യും. ഭഗവാന് നല്ല ബോധമുണ്ടേ. മഹാദേവനെ മറന്നിട്ടുള്ളൂ, ഭഗവാന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ആ കയ്യൊക്കെ വിടിയിച്ച് അങ്ങോട്ട് ഓടിപ്പോവും. വിടുവോ? ഭഗവാനെ ഒരിക്കൽ ആലിംഗനം ചെയ്യാൻ കിട്ടിയവർ അവർ വിടുവോ പിന്നെ ഭഗവാനെ? അപ്പം മഹാദേവൻ പിന്നാലെ വീണ്ടും ചെല്ലും. വീണ്ടും അതെ, ആ മുടി പിടിച്ച പിന്നാലെ ചെല്ലുമ്പോൾ ആദ്യം കിട്ടണത് മുടിയാണല്ലോ. അപ്പം ആ മുടി പിടിച്ച് തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് നല്ലോണം ഇങ്ങനെ ആലിംഗനം ചെയ്യും. തിരിച്ചു വരാണ്ട് പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നു മഹാദേവന്. ആരുടെ പിന്നാലെയാ? ഞാനൊരു സ്ത്രീയുടെ പിന്നാലെ ഇങ്ങനെ ഓട് എന്ന ഓർമ്മ വന്നത് പിന്നെയാണ്. അപ്പോഴാണ് ഓർമ്മിച്ചത് എന്താ വേണ്ടത് എന്ന്. അപ്പം മനസ്സിലായി. തമവിക്ലവമവ്രീഡമാലക്ഷ്യ മധുസൂദന ഉവാച പരമപ്രീതോ ബിഭ്രൽ സ്വാം പൗരുഷീം തനും. ആ ബോധം വന്നപ്പോഴേക്ക് ആകെ രംഗമൊക്കെ മാറി. അപ്പോഴാണ് മഹാദേവൻ ആലോചിക്കണത്, താൻ എവിടെയാണ് നിൽക്കണത്? താൻ ആരാ? താൻ എവിടെയാണ് നിൽക്കണത്? ആരെയാണ്? ഒരു സ്ത്രീയെ താൻ ആലിംഗനം ചെയ്യേ എന്നൊക്കെ അപ്പോഴാണ് ആലോചിക്കണത്. ആലോചിച്ചപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. വേറൊരാളെ അല്ല ആലിംഗനം ചെയ്തിരിക്കുന്നത്, സാക്ഷാൽ വൈകുണ്ഠം തന്നെയാണ് അപ്പം അവിടെ നിൽക്കണ സ്ഥലം. ആരെയാ താൻ ആലിംഗനം ചെയ്തിരുന്നത്? സ ഏഷ സാക്ഷാൽ പുരുഷ പുരാണോ നയത്ര കാലോ വിശതേന വേദ. അതാണ് ആ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര വേഗ ആ മറവി വന്നത്. ആ മറവിക്കാണ് എല്ലാവരും മോഹിക്കണതും. അപ്പോൾ ഭഗവാനെ ആണെന്നറിഞ്ഞപ്പോൾ മനസ്സിലായി
പരസ്പര നുതിപ്രിയവും എന്ന് പറയണില്ലേ, രണ്ടുപേരും കൂടി ആലിംഗനം. ഇതിനാണ് മഹാദേവൻ മോഹിക്കണതും. അത് കാരണം എന്തായി, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ അയ്യപ്പസ്വാമി ഉണ്ടായി. അതുകൂടാണ്ട് എന്നും ആലോചിക്കാനും പറയാനും ഒരു വിഷയമായി മഹാദേവന് എന്നാണ് സജ്ജനങ്ങൾ പറയാറുള്ളത് കഥ. എന്താ അത്, ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീപാർവതി ദേവി പറയാറുണ്ട്, ചോദിക്കൂത്രേ ചെന്നിട്ട്, അവിടത്തേക്ക് ധ്യാനിക്കണോ, അവിടുന്ന് ആരെയാ ധ്യാനിക്കണത് എന്ന് ചോദിക്കൂത്രേ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട്. അപ്പോഴൊന്നും പറയാറില്ല നേരെ മറുപടി. പക്ഷേ ഈ ശങ്കരമോഹനം എന്നുള്ള ഈ ലീല കഴിഞ്ഞ് വന്നപ്പോൾ മഹാദേവൻ പറഞ്ഞു, പാർവതി എന്നോട് കുറേ കാലമായിട്ട് ചോദിക്കണ ഒരു ചോദ്യമില്ലേ, ഞാൻ ആരെയാ ധ്യാനിക്കണമെന്ന്. അപ്പം കണ്ടില്ലേ, ഞാൻ ചെന്നിട്ട് യാതൊരു ഭഗവാനെയാണോ ആലിംഗനം ചെയ്തത്, ആ ഭഗവാനെ തന്നെയാണ് ഞാൻ ധ്യാനിക്കണത്. ആ ഭഗവാൻ സ ഏഷ സാക്ഷാൽ പുരുഷ പുരാണോ നയത്ര കാലോ വിശതേന വേദ. അതൊരു പുരുഷനാണോ അതൊരു സ്ത്രീയാണോ, എത്ര കാലം ആലോചിച്ചാലും മനസ്സിലാവാത്ത വലിയൊരാനന്ദ വസ്തുവാണത് എന്നാണ് മഹാദേവൻ പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാനെ ആലിംഗനം ചെയ്തപ്പോഴത്തെ ഒരാനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദമാണ് ഞാൻ ധ്യാനിച്ചും കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ധ്യാനം നിർത്താത്തത് എന്നാണ് മഹാദേവൻ പറഞ്ഞത്. അപ്പം എന്താണ്, ഇതുപോലെയാണ് എല്ലാവരെയും ഭഗവാൻ ആനന്ദിപ്പിക്കണ ഒരു കഥ. എല്ലാവരെയും ഭഗവാൻ ഓരോ കള്ളവേഷം കെട്ടി ചെന്നിട്ടാണ് ആനന്ദിപ്പിക്കുക. അത് ഭഗവാന്റെ ഒരു കുസൃതി അല്ലേ. നമ്മൾ ഇഷ്ടമാകുമ്പോൾ കുട്ടികളുടെ വികൃതിക്ക് പറയണത് അതാണ്. വികൃതി എന്ന് പറയണതിനേക്കാളും നമ്മൾ പറയാൻ ഇഷ്ടപ്പെടാറുള്ളത് കുസൃതി എന്നാണ്. അതാണ് ശരിക്കും അവസ്ഥ. അതുപോലെയാണ് ഭഗവാൻ. ഇപ്പോൾ കുറൂരമ്മയുടെ അടുത്ത് എങ്ങനെയാണ് ഭഗവാൻ ചെന്നിരുന്നത് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരു കുട്ടിയുടെ വേഷത്തിലേ ഭഗവാൻ കുറൂരമ്മയുടെ അടുത്തേക്ക് ചെല്ലാറുള്ളൂ അല്ലേ. ഓരോ വേഷത്തിലാണെങ്കിലും അങ്ങനെയാണ് ഭഗവാൻ ഓരോരുത്തരുടെ അടുത്തേക്കും പോകാറുള്ളത്. ഓരോ തരം വേഷത്തിൽ ഓരോ തരം ഭാവം അവർക്ക് വ്യത്യാസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ്. ഇതുപോലെയാണ് ഭഗവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത്. ഭഗവൻ ശ്രോതുമിച്ഛാമി. ഇപ്പം ഇതാ നമ്മൾ കണ്ടില്ലേ, അംബരീഷിൻ്റെ കഥ കേട്ടില്ലേ. ഇതുപോലെയാണ് ഓരോ തരത്തിലാണ് ഭഗവാൻ ഓരോ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുക. അത് നമുക്ക് പറയാൻ പറ്റില്ല. സത്യവ്രതനെ സത്യമാണ്. ഇപ്പം മഹാബലിയെ ആനന്ദിപ്പിച്ചത് എങ്ങനെയാണ്? അപ്പം നമ്മൾ ആദ്യം അനുസ്മരിച്ചു. അത് ആർക്കാ ഈ ആനന്ദം കിട്ടുക? സത്യവ്രതന്മാർക്ക് മാത്രമേ ഈ ആനന്ദം കിട്ടുള്ളൂ എന്നാണ് ബോധ്യപ്പെടുത്തിയത്. ഇതാണ് ആദ്യം തന്നെ ബ്രഹ്മാവ് ഇനിയിപ്പോൾ കൃഷ്ണാവതാരത്തിലും ഭഗവാനെ പ്രാർത്ഥിക്കണത് എന്താ? സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ എന്നാണ്. മഹാബലി വാമനൻ്റെ അടുത്ത് ചെന്നിട്ട് വാമനനായി ചെന്നിട്ട് ഇങ്ങനെ മഹാദേവനെ മോഹിനിയായിട്ട് ചെന്നിട്ട് അനുഗ്രഹിച്ചു. ഇതേമാതിരി അമൃത് വിളമ്പി കൊടുത്തിട്ട് ദേവന്മാരെ അസുരന്മാരെ അനുഗ്രഹിച്ചു. പാലാഴി മഥനത്തിൽ ഭഗവാൻ എന്ത് രൂപമെടുത്തിട്ടാണ് ദേവന്മാരെ അസുരന്മാരെ അനുഗ്രഹിച്ചിരിക്കണത്? അസുരന്മാർക്ക് അതിൻ്റെ മാധുര്യമൊക്കെ അറിഞ്ഞുണ്ടോ അറിയില്ല, കൂർമ്മമൂർത്തിയായിട്ടാണ് അല്ലേ. എന്താ ഒരു വലുപ്പം! ആ ഭക്തന്മാരുടെ ആ പൂജ ഓരോ സമയത്ത് ഓരോ തരത്തിലാണ്. കൂർമ്മമൂർത്തിയായപ്പോൾ എങ്ങനെയാണ് പൂജ ഉണ്ടായത്? ആ 1,00,000 യോജന വിസ്താരമുള്ളതായിട്ടുള്ള ആ വലിയ കൂർമ്മമൂർത്തിയുടെ തോടിൻ്റെ മുകളിൽ ആ പർവ്വതം അങ്ങനെ തിരിഞ്ഞ സമയത്ത് അതിനെ പൂജയാക്കി സ്വീകരിച്ച് സജ്ജനങ്ങൾ പറയാറുണ്ട്, കൂർമ്മമൂർത്തി സുഖമായിട്ട് ഉറങ്ങി എന്നാണ് പറയാറുള്ളത്. അത് പുറത്ത് കിടന്ന് തിരിഞ്ഞു തുടങ്ങിയ സമയത്ത് അപ്പം അതിനെ പൂജയാക്കി സ്വീകരിച്ചു അല്ലേ. ഇതേമാതിരി ഓരോരോ ഭക്തന്മാരെയും വരാഹമൂർത്തിയായിട്ട് ചെന്നിട്ടാണ് ഹിരണ്യാക്ഷനെ അനുഗ്രഹിച്ചത്. നരസിംഹമായിട്ട് ചെന്നിട്ടാണ് പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിനെ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ഹംസസ്വരൂപിയായിട്ടാണ് ചെന്നിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ഓരോരുത്തരുടെ രൂപത്തിലും മുമ്പിലും അതെ ഭഗവാൻ ഓരോ രൂപത്തിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? പണ്ടൊരു കഥ പറഞ്ഞു എന്ന് പറയാറുണ്ട്.
കുറേ ആൾക്കാർ സാക്ഷാൽ വില്വമംഗല സ്വാമിയാരോട് പറഞ്ഞു അത്രേ, സ്വാമിയാർ എപ്പോഴും കാണുന്നതല്ലേ ഭഗവാനെ, ഞങ്ങൾക്ക് ഒരിക്കലൊന്ന് ഭഗവാനെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അത്രേ. സ്വാമിയാർ പറഞ്ഞു, ഭഗവാന്റെ കാര്യമാണ്, എങ്ങനെയാ അപ്പം ഞാനത് പറയുക, എന്നാലും ഞാൻ അവിടുത്തോടൊന്ന് പറഞ്ഞു നോക്കാം, ഒന്ന് പറയൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരിക്കലും മതി ഞങ്ങൾക്ക് ഭഗവാനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു അത്രേ. സ്വാമിയാർ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, എപ്പോഴും തൊഴാൻ ചെന്നാൽ പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാനെ കാണാം. അപ്പം പറഞ്ഞു അത്രേ, ഭഗവാൻ ഏതാ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടുത്തെ ഒന്ന് കാണാൻ വല്ലാതെ മോഹിക്കണു, ഒന്ന് കാണിച്ചു കൊടുത്തൂടെ, ഒന്ന് അവരുടെ അടുത്തേക്ക് ചെന്നൂടെ ചോദിച്ചു. അപ്പോഴേക്ക് ഭഗവാൻ അത് കേട്ടപ്പോഴേക്കന്നെ ആകെ എന്തൊക്കെയോ ഒരു വിഷമം, ഒരു സഹിക്കാൻ വയ്യ. വേണോ സ്വാമിയാർ പറയും, അയ്യോ വേണം ഭഗവാനെ, അവർക്ക് അത്ര മോഹമായിട്ടാണ്. ശരി, സ്വാമിയാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെന്നോളാം എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ. അങ്ങനെയാണല്ലോ, ചെറിയ ഉണ്ണിയായിട്ടാണ് ഭക്തന്മാരുടെ അടുത്ത്, പ്രത്യേകിച്ചും വില്വമംഗലത്തിന് കുറൂരമ്മയ്ക്ക് ഒക്കെ കാണാൻ സാധിക്കുന്നത് ചെറിയ ഉണ്ണിയായിട്ടാണ്. നമ്മൾ കേട്ട കഥയാണല്ലോ, കുടം കൊണ്ട് അടച്ചു വെച്ചു ഭഗവാനെ എന്ന് പറയണമെങ്കിൽ എത്ര ചെറിയ ഉണ്ണിയായിരിക്കണം. അപ്പം അത്രയും ചെറിയ ഉണ്ണിയായിട്ടാണ് അവർക്കൊക്കെ ദർശനം. ആ ഉണ്ണിയോടാണ് വില്വമംഗലം പറഞ്ഞിരിക്കണത്, ഒന്ന് അവർക്ക് ദർശനം കൊടുക്കുമോ, കാണാൻ പറ്റുമോ അവിടുത്തെ എന്ന് ചോദിച്ചിരിക്കണത്. ശരി, സമ്മതിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വില്വമംഗലം തൊഴാൻ ചെന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് വിഷമിച്ച് അങ്ങനെ നിൽക്കണ്ടത്രേ. പോരാ, നെറ്റിയുമ്മലും കയ്യുമ്മലും കാലുമ്മലൊക്കെ പാടുകളും പോരെ. വില്വമംഗലത്തിന് അങ്ങോട്ട് അത്ഭുതമായി, വിഷമായി, ഇതെന്താത്. പണ്ട് തൻ്റെ അടുത്ത് വരാൻ വൈകിയപ്പോൾ ചോദിച്ചു, എന്താ അന്ന് പൂജ തുടങ്ങുമ്പോഴേക്ക് വരാഞ്ഞത് എന്ന് ചോദിച്ചു ഭഗവാനോട്. അപ്പം ഭഗവാൻ പറഞ്ഞത്, എങ്ങനെയാ വില്വമംഗലം ഞാൻ വരണത്, എന്നെ കുറൂരം ആ കലത്തിൻ്റെ ചോട്ടിലോട്ട് അടച്ചു, കണ്ടില്ലേ എൻ്റെ മേലൊക്കെ കരിയായിരിക്കണു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഭഗവാൻ. പക്ഷേ ഇപ്പം ഭഗവാൻ നിൽക്കണത് എങ്ങനെയാ, മേലൊക്കെ അടി കൊണ്ട പാടാണ്. വില്വമംഗലത്തിന് അങ്ങോട്ട് വിഷമായി, എന്തായി ഇവിടുത്തെ ആ കയ്യുമ്മലും കാലുമ്മലും മേലൊക്കെ ഒരു പാടൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ കാരണം ചോദിച്ചു. ഭഗവാൻ ഇങ്ങനെ കുറച്ചൊരു വിഷമത്തോട് കൂടിയിട്ട് വില്വമംഗലത്തിനോട് പറയാം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വില്വമംഗലം ഞാൻ അങ്ങോട്ട് പോകണമെന്ന്, വില്വമംഗലം പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതെ, അവരത്ര മോഹമായിട്ട് ഭക്തിയായിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ ഞാൻ അവിടുത്തോട് പറഞ്ഞത്. അതെ, എനിക്ക് അതിനുള്ള സമ്മാനവും കിട്ടി. എന്തേ കിട്ടിയത്, നല്ല അടി. അയ്യോ, അവിടുത്തെ അടിക്കേ എന്നാണ് വില്വമംഗലം ചോദിച്ചത്. അപ്പം വരും ഒരു കള്ളച്ചിരി. അതാണ്, അതെന്താ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു നിമിഷം ആലോചിച്ചിട്ട് വില്വമംഗല സ്വാമിയാർ ചോദിച്ചു എന്നാണ്, അവിടുന്ന് ഏത് രൂപത്തിലാണ് പോയത് ചോദിച്ചു അത്രേ വില്വമംഗല സ്വാമിയാർ. അപ്പം ചിരിച്ചുകൊണ്ട് പറയാം, അത് സ്വാമിയാർ ഞാനൊരു പട്ടിയുടെ രൂപത്തിലാണ് പോയതെന്ന്. നന്നായി. ഭഗവാനെ നിവേദിക്കാൻ വേണ്ട ആർക്കത് സാധിക്കുക? തൃച്ചംബരത്ത് മാത്രമേ അങ്ങനെ ഒരു ചടങ്ങുള്ളൂ. നേദിക്കാൻ വേണ്ടി ശ്രീലകത്തേക്ക് അപ്പം ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അവിടെ സ്ത്രീകൾക്കും അപ്പം സ്വയം ഉണ്ടാക്കി ശ്രീലകത്തേക്ക് നേരിട്ട് നേദിക്കാം. അത് തൃച്ചംബരത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള തൃച്ചംബരത്ത് ആണ് ആര് ചോദിച്ചാലും ആ സമയത്ത് കുട്ടികൾക്ക് അപ്പം കൊടുത്തിട്ടേ ഗുരുവായൂരപ്പന് നേദിക്കാൻ പാടുള്ളൂ എന്നാണ് അവിടുത്തെ നിയമം. അത്ര അങ്ങനെയാണ്. അപ്പം അത്ര ഭക്തിയോടുകൂടി ഉണ്ടാക്കി വെക്കണ സാധനങ്ങൾ ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടി, നമ്മൾ നേദിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കണ സാധനങ്ങൾ ഒരു പട്ടി വന്ന് തിന്നുകയോ ഒരു കാക്ക കൊത്തുകയോ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നുക സ്വാഭാവികം അല്ലേ? എങ്ങനെ വിചാരിക്കണം എന്നുള്ളതാണ് ഭഗവാൻ തൃച്ചംബരത്തെ ഉണ്ണിക്കണ്ണൻ നമ്മളെ പഠിപ്പിക്കണത്. അത് ഏത് രൂപത്തിൽ വന്ന് ഭഗവാൻ സ്വീകരിക്കുകയാണെങ്കിലും നമ്മളതിൽ സന്തോഷിക്കേണ്ടിയിരിക്കണു എന്ന് പഠിപ്പിക്കണു. അതാണ് ഭാഗവതത്തിലെ കഥകളൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പാഠങ്ങളാണ് നമുക്ക് തരണതെന്ന് നമുക്ക് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് അറിയില്ല. എത്ര ട്രെയിനിങ് തന്നാലും അത്രമാത്രം നമ്മളുടെ മനസ്സ് പാകപ്പെടുമോ? ഈശ്വര, പാകപ്പെടണേ. എങ്ങനെയൊക്കെ ആയാലാണ് ഭഗവാൻ സന്തോഷിക്കുക. അതുപോലെ
ഞങ്ങളെ ആക്കി തരണേന്ന് മാത്രമേ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളൂ. വേറെയുള്ള യാതൊരു തരത്തിലുള്ള ഗുണഗണങ്ങളും ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കണ്ട നമ്മൾ ഭഗവാനോട്, അല്ലേ? ഭഗവാന്റെ സന്തോഷം അതാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലാണോ എന്തൊക്കെ ചെയ്താലാണോ അവിടുത്തേക്ക് സന്തോഷമാവുക. സജ്ജനങ്ങൾ പ്രത്യേകം പറയണ ഒരു കഥയത്. അതുമാത്രമേ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണ്ടൂ. എങ്ങനെയൊക്കെ ആയാലാണോ അവിടുത്തേക്ക് സന്തോഷമാവുക അതുപോലെ ആക്കണേ, അതുപോലെ പറയിപ്പിക്കണേ, അതുപോലെ ചെയ്യിക്കണേ എന്ന് മാത്രമേ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണ്ടൂ. അതുകൊണ്ട് എന്തായി, ഇവിടെ പട്ടിയായിട്ട് ചെന്ന സമയത്ത് ഇവർ പുറത്തു പോയിട്ട് ഭഗവാൻ വരണത് കേമായിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് വരണത് കാത്ത് നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് തോന്നി ഒന്ന് പിന്നിൽ പോയി നോക്കട്ടെ, അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വെറുതെ അടച്ചു വെച്ചിരിക്കുക. വലിയ ചരക്കൊക്കെ ഇലയൊക്കെ ഇട്ട് മൂടുക എന്നല്ലാണ്ട് വേറെ എന്തുണ്ടെങ്കിലും അടച്ചു വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ദിക്കിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഈശ്വര, സുഖ വഴി ഒരു പട്ടി വന്ന ആ ചരക്കിൽ തലയിട്ട് സുഖമായിട്ട് പായസം കഴിക്കുക. ഇയാൾക്ക് വന്നു ഒരു ദേഷ്യം. ഇത്രയും നേരം കാത്തു നിന്നിട്ട് ഭഗവാനെ കണ്ടതുമില്ല, ഭഗവാന് വെച്ച പായസം ഒരു പട്ടി കഴിക്കുകയും ചെയ്തു. നമ്മളൊക്കെ അതൊരു ദുശകുനായിട്ടല്ലേ കണക്കാക്കുക. സാധാരണയ്ക്ക് അങ്ങനെയാണല്ലോ, അല്ലേ? നേദിക്കാൻ കൊണ്ടുപോയ സാധനം അത് നേദിക്കാൻ കൊടുക്കാൻ പറ്റിയില്ല, അത് കാക്ക കൊത്തിക്കൊണ്ടുപോയി. കഷ്ടേ എന്നല്ലേ തോന്നുക. അപ്പോൾ എന്തായി, അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നപ്പോൾ അയാൾ അവിടെ കിടക്കണ ഒരു വിറക് കൊള്ളി എടുത്ത് ആ പട്ടിയെ കൊടുത്തു, 4 എറിഞ്ഞോടിച്ചു. അതാണ് പറയണത്. എന്താ പറയുക വില്ലുവെങ്കിലും ഗുരുവായൂരപ്പനോട്? എന്താ വില്ലുവെങ്കലത്തിന് പറയാൻ പറ്റുക ആ സമയത്ത്? അതാണ് ഭഗവാന്റെ കള്ളച്ചിരി. ഒരു ആത്തേമാർ ഇങ്ങനെ ഉള്ള ഇത് ശരിക്ക് പറയട്ടെ, പറയുണ്ടായിട്ടുണ്ട്. അവർക്ക് കുട്ടികളില്ല. അപ്പോൾ അവരെല്ലാ മാസവും ഗുരുവായൂർ ചെന്ന് തൊഴും, ഭഗവാന് വെണ്ണയും ഒക്കെ നടക്കിൽ വയ്ക്കും. അവർ പറയണ എനിക്കൊരബദ്ധം പറ്റി. അത് പെട്ടെന്ന് ആ സമയത്ത് ഇങ്ങോട്ട് തോന്നണ്ടേ. അപ്പം അതാ ഈ പട്ടി എറിഞ്ഞു ഓടിച്ചു എന്ന് പറയണ മാതിരി ഇവർ വെണ്ണയും പഴവും ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കയ്യിൽ നേദിക്കാനുള്ളത് പിടിച്ചും കൊണ്ട്, ഇന്നത്തെ ഗുരുവായൂരല്ലല്ലോ, അന്ന് കുറേ കൊല്ലം മുമ്പാണ്. അപ്പം അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയ കടകളാണ്. അവിടുന്ന് പഴമൊക്കെ മേടിച്ച് ഇവർ പോണ സമയത്ത് ഒരു കുട്ടി വന്നിട്ട്, നടക്കാൻ പറ്റണില്ല അത്രയും മുമ്പിലേക്ക് നോക്കിയപ്പോൾ ഒരു കുട്ടി വന്ന് മുണ്ടുമ്മ പിടിച്ചിരിക്കണു. സെറ്റാണ് ഉടുത്തിരിക്കണത്. അപ്പം മുണ്ടുമ്മ പിടിച്ചിരിക്കണു. എന്താ വേണ്ട ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആ പഴം തരുമോ ചോദിച്ചു അത്രേ. അപ്പം പാവം, ഇത് ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളതാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ മാറ്റി. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാ ബോധം വരണത്. എന്നോട് പറയുമ്പോൾ പറയുക, എന്നോട് പറഞ്ഞ സംഗതി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇതായിട്ട് പറയണത്. നമ്മളെത്ര കരുതിയാലാ അത് വേണ്ട പോലെ ആവുക. പറയാൻ പറ്റില്ല. അവർ പറയാം, എനിക്ക് അബദ്ധം പറ്റി, എനിക്ക് ആ കുട്ടിക്ക് അപ്പം കൊടുക്കാൻ തോന്നിയില്ല എന്ന് പറയുക. ഗുരുവായൂരപ്പനാവോ? ഗുരുവായൂരപ്പനാണെങ്കിലോ അത് നമ്മൾ കരുതണ്ടേ? അതാണ് ചോദ്യം. ഇതാണ് ഓരോ കഥയിലും നമ്മളെ ബോധിപ്പിച്ചും കൊണ്ടിരിക്കണത്. പക്ഷേ മഹാബലിയുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. മഹാബലിക്ക് ആ അബദ്ധം പറ്റിയില്ല. അതാണ് ഇത്രമാത്രം നശിക്കുന്ന പറഞ്ഞിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ കേട്ടില്ലേ, ഗുരുനാഥനല്ലേ പറയണത്. മഹാബലി അതുപോലെയാണ് മഹാബലിയുടെ ഭാര്യയും. രണ്ടുപേരും ആ കാര്യത്തിൽ ഒരു കുറവ് വന്നില്ല. മഹാബലി എന്താ പറഞ്ഞത്? അവിടുന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കണത് എന്ന് പറഞ്ഞു മഹാബലി. ഭാര്യ പറഞ്ഞു, ഭഗവാനാണെന്ന് അറിഞ്ഞിട്ട് കാല് കഴുകിച്ചിട്ടില്ല, ഏതോ ഒരു ബ്രാഹ്മണ ബാലനാണെന്ന് പറഞ്ഞിട്ടാണ് കാല് കഴുകിച്ചിരിക്കണത്, അതുകൊണ്ട് ഒന്നും കൂടിയും കാല് കഴുകിച്ചോളൂ എന്ന് പറഞ്ഞ് പത്നിയായിട്ട് വെള്ളം കൊണ്ട് കൊടുത്ത് കാല് കഴുകിപ്പിച്ചുവോ? എങ്ങനെയാ ആ സമയത്തെ ആ മനസ്സിനൊക്കെ എത്ര പുണ്യം ചെയ്താലാ ആ മനസ്സ് നമുക്കൊക്കെ കിട്ടുക? അതാണ് ഭാഗവതം നമ്മളോട് ചോദിക്കുന്നത്. എത്ര വേണമെങ്കിൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രസാദം വരിക അവിടത്തേക്ക് ഗോപസ്ത്രീകളോട്, അമ്മയോട് ഒക്കെ തോന്നണതായിട്ടുള്ള ബ്രഹ്മാവ് അതാ പറയണത്.
വൃന്ദാവനത്തിലത്തെ പശുക്കളോട് തോന്നണതായിട്ടുള്ള ഭഗവാന്റെ സ്നേഹം, വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളോട് ഭഗവാന് തോന്നണ സ്നേഹം, വൃന്ദാവനത്തിലെ തൻ്റെ സ്വന്തം അമ്മയോട് ഭഗവാന് തോന്നണ സ്നേഹം, ഇത് തന്നെയാണ്. കാരണം അത്രമാത്രം വാത്സല്യമാണ് അവർക്കൊക്കെ. ആ ഒരു ഭാവം നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം ഗുരുവായൂരപ്പ? ആ ഒരു മനസ്സ്, അതിന് നമുക്ക് പേരിടാം, ഭക്തി എന്ന് പേരിടാം. ആ ഒരു ഭക്തി നമുക്ക് തരണേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇത് തന്നെയാണ് സത്യവ്രതൻ. അതിനുള്ള നല്ലൊരു വഴിയാണ് സത്യവ്രതനാവൽ. ഇപ്പം മഹാബലിയെക്കുറിച്ച് ആലോചിച്ചാലും സത്യവ്രത മഹാരാജാവിനെ കുറിച്ച് ആലോചിച്ചാലും അതിനുള്ള ഒരെളുപ്പ വഴിയാണ് സത്യത്തെ വ്രതമായിട്ട് സ്വീകരിക്കുക. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യമപ്രിയം നാ സത്യം ച പ്രിയം ബ്രൂയാൽ ഏഷ ധർമ്മ സനാതന. ധർമ്മം ചെയ്യണം എന്നല്ലേ പറയണത്? നേർവഴിക്ക് നടക്കുമ്പോഴേ അമ്പലത്തിലെത്തുള്ളൂ, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തുള്ളൂ എന്നല്ലേ ഭാഗവതം നമ്മളെ പഠിപ്പിക്കണത്. അതിനെന്ത് വേണം? സത്യം ബ്രൂയാൽ, സത്യം പറയണം. പ്രിയം ബ്രൂയാൽ, വെറും സത്യം മാത്രമാവരുത്, അത് പ്രിയവും കൂടി ആവണം. ന ബ്രൂയാൽ സത്യമപ്രിയം. എന്താണ് സത്യം പറയുമ്പോൾ അതും കൂടി ആലോചിക്കണം കേട്ടോ. അവരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള സത്യം പറയാണ്ടിരിക്കുക കേട്ടോ, നല്ലതെന്ന്. സംശയമാവാണ്ടിരിക്കുമോ? നാ സത്യം ച പ്രിയം ബ്രൂയാൽ. പ്രിയം പറയണമെന്ന് വിചാരിച്ചിട്ട് കളവ് പറയരുതേ എന്ന് വേറൊരു വാക്ക്. ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ വയ്യ. അങ്ങനെയാണ് വഴികൾ. ഏഷധർമ്മ സനാതന എന്നാണ് പറയണത്. സത്യേ പ്രതിഷ്ഠിതം കൃഷ്ണ കൃഷ്ണാൽ സത്യം പ്രകാശത്തെ. അതാണ് ബാലലീലകളൊക്കെ. ആ സത്യത്തിലാണ് ഭഗവാൻ ഇരിക്കണത് എന്ന് ബാലലീലകളൊക്കെ അവരുടെ ആ നേർവഴി ഗോപസ്ത്രീകളുടെ അല്ലേ, അവർക്ക് എത്ര തന്നെ ഈശ്വരഭാവം കാണിച്ചു കൊടുത്താലും അവരുടെ സ്വന്തമാണ് കണ്ണൻ എന്നുള്ള ആ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഭാവം, അത് അവർക്ക് കണ്ടപ്പോഴല്ലേ ഭഗവാൻ ഇത്രമാത്രം അവരോട് ഒരു പ്രിയം തോന്നാൻ കാരണം. അതാണ് സത്യേ പ്രതിഷ്ഠിതം കൃഷ്ണ കൃഷ്ണാൽ സത്യം പ്രകാശത്തെ എന്ന്. ഏതായാലും ഇവിടെ സത്യവ്രതനും അത് നമുക്ക് കാണിച്ചു തന്നു. അതാണ് സത്യാത്മകം ത്വം ശരണം പ്രപന്നാഹ. ആ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ. അപ്പം ഈ സത്യത്തിന് എത്ര 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 അർത്ഥ ഭാഗവതം ഓരോ കഥകളിൽ കൂടിയിട്ടും നമുക്ക് കാണിക്കണത്. നല്ല മലയാളം പറഞ്ഞാൽ സത്യത്തിൻ്റെ സത്യം, അതാണ് ഇവിടെയും പറയണത്. എന്ത് സത്യമാണ് ഭഗവാൻ. സത്യേ പ്രതിഷ്ഠിതം കൃഷ്ണ എന്നാണ് പറയണത്. കൃഷ്ണാൽ സത്യം പ്രകാശത്തെ. അങ്ങനെയാണല്ലോ, ഭഗവാനെ സേവിക്കുമ്പോഴാണല്ലോ നമുക്ക് സത്യം എന്താ എന്ന് മനസ്സിലാവുക. ശരിയായ സത്യം എന്താ, പരമാർത്ഥം എന്താ നമുക്ക് ബോധ്യപ്പെടണത് എപ്പോഴാ? ഗുരുവായൂരപ്പനെ സേവിക്കുമ്പോഴാണ്. അതാണ്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ കണ്ണാണ്, മനസ്സിൻ്റെ മനസ്സാണ്, കരളിൻ്റെ കരളാണ് എന്നൊക്കെ പറയണത്. ജീവൻ്റെ ജീവനാണ് ഭഗവാൻ എന്നൊക്കെ പറയണത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഭഗവാൻ സത്യസ്വരൂപനാണ്. പറയണില്ലേ, ആ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളുടെ ചിത്തത്തിൽ വന്ന് ഇരുന്നപ്പോഴാണ് നമ്മളുടെ ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങിയത്, പ്രപഞ്ചത്തിന് ചൈതന്യം ഉണ്ടായത് എന്ന് പറയണില്ലേ. അത് തന്നെയാണ് മത്സ്യാവതാരത്തിലും പറയണത്. എന്താ? നയൽപ്രസാദായുധ ഭാഗലേശമന്യേ ച ദേവാ ഗുരവോ ജനാസ്വയം കർത്തും സമേതാ പ്രഭവന്തി പുംസ തമീശ്വരം ത്വം ശരണം പ്രപദ്യേ. പണ്ട് ഭാഗവതം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതായ ഭക്തശിരോമണി വാഴകുന്നം ഗുരുവായൂർ വെച്ച് ഇന്ന് നല്ലൊരു ദിവസമാണ്, ഭഗവതിക്ക് പ്രധാനമായിട്ടുള്ള ദിവസം. ഭഗവതിയാണ് അത് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് വാഴകുന്നത്തിന്. എന്തായാലും പറഞ്ഞു വന്ന ആ ഒരു വിഷയം ഭഗവതിയെ കൂടി ഒന്ന് ഓർമ്മിക്കാറായി. ഭഗവതിയെ ഭജിച്ചു എന്നാണ് കഥ. എന്തിനു വേണ്ടിയിട്ട്? കുറച്ച് ദാരിദ്ര്യം നല്ലോണം ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വലിയൊരു പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് 12 ദിവസം പുഷ്പാഞ്ജലി നേർന്നു എന്നാണ് കഥ. പുഷ്പാഞ്ജലി നേർന്ന് പുഷ്പാഞ്ജലിയൊക്കെ കഴിഞ്ഞു, പക്ഷേ ഗുണം ഉണ്ടായില്ല എന്നാണ്. 12 ദിവസമല്ല, 41 ദിവസം പുഷ്പാഞ്ജലി നേർന്നു. അതൊക്കെ കഴിച്ച് അത്രയും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു പ്രൈസ് പോലും കിട്ടിയില്ല. ഫസ്റ്റ് പ്രൈസ് പോയിട്ട് ഒരു പ്രൈസ് പോലും, സ്വർണ്ണ പവനാണ് കേട്ടോ
പ്രൈസ്. അന്നത്തെ 101 പവനാണ്. അദ്ദേഹത്തിന് സമ്മാനമൊന്നും കിട്ടിയില്ല എന്നാണ് കഥ. വിഷമം തോന്നുമോ ആർക്കായാലും? ഞാനിത്ര വിശ്വസിച്ചിട്ടും ഭഗവതി എന്നോട് തീരെ കനിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവം ശരിക്കും തോന്നി. അദ്ദേഹം ഇല്ലത്ത് വന്നു. പക്ഷേ താമസിക്കാണ്ട് അദ്ദേഹത്തിന് കാലുവേദന തുടങ്ങി എന്നാണ് കഥ. അപ്പോൾ അവരവരുടെ സ്വഭാവം അനുസരിച്ചാണല്ലോ എപ്പോഴും മനസ്സ് പോവുള്ളൂ. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞാൻ ഇനി ഗുരുവായൂർ തൊഴുതിട്ടെ, ഇനി ഞാൻ എങ്ങോട്ടും പോവുള്ളൂ. വാദപുരാധിനാഥനാണല്ലോ ഭഗവാൻ. അപ്പോൾ ശരി, ഗുരുവായൂർ ചെന്ന് തൊഴുതോളാം എന്ന് പ്രാർത്ഥിച്ചു. ഗുരുവായൂർ ചെന്ന് തൊഴാൻ ചെന്നപ്പോഴാണത്രേ മേശാന്തി അവിടെ മുകളിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് വാഴോന്ന് സംസ്കൃതമൊക്കെ അറിയൂലോ, എന്തായാലും ഇത് വായിക്കൂ അവിടെ മണ്ഡപത്തിൽ ഇരുന്നിട്ട് എന്ന് വാഴോന്നിനോട് പറഞ്ഞു എന്നാണ് കഥ. അങ്ങനെയാണ് അദ്ദേഹം ഭാഗവതം വായന ആരംഭിച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇപ്പോഴാണ് എനിക്ക് 1ാം സമ്മാനം കിട്ടിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് കഥ. അപ്പോൾ ഏതാ 1ാം സമ്മാനം? അത് തീരുമാനിക്കേണ്ടത് ഗുരുവായൂരപ്പനാണ്, ഭഗവതിയാണ്. ഈ നല്ല ദിവസം ഭഗവതിയോട് പ്രാർത്ഥിക്കാൻ അത് മാത്രമേ ഉള്ളൂ. നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. രുക്മിണി ദേവി പ്രാർത്ഥിച്ചത്. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ. നല്ല ദിവസമായിട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും നമുക്ക് ഭാഗവതം അല്ലേ, ഭഗവാന്റെ രൂപമാണ് ഭാഗവതം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ഭക്തന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ഭാഗവതത്തിനെ ഭഗവാനായി കണ്ട് സ്നേഹിക്കാനും സ്വീകരിക്കാനും കൂടുതൽ ഇതിൻ്റെ മാധുര്യം നമുക്കറിയാറാവാനും എങ്ങനെയാണോ ഗോപസ്ത്രീകൾ ഭഗവാന്റെ ഓരോ ഭക്തന്മാർക്കും ഓരോ നാമത്തിൽ കൂടിയിട്ടാണ് ഭഗവാന്റെ മാധുര്യം അവരറിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കേട്ടില്ലേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗജേന്ദ്രൻ. വൃത്രാസുരനോ അഹം ഹരേ തവ, അതാണ് വൃത്രാസുരൻ. ഓം നമോ ഭഗവതേ വാസുദേവായ ധ്രുവൻ. ഇങ്ങനെ ഓരോരുത്തരും നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. പ്രഹ്ലാദൻ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ നാമത്തിൻ്റെ മാധുര്യം. സത്യവ്രതൻ്റെ കയ്യിലൊരു കുഞ്ഞ് മത്സ്യം, നമുക്ക് മത്സ്യമൂർത്തിയെ ഒന്ന് കാണണ്ടേ, നേരം ഓടിപ്പോണു. അപ്പോൾ മത്സ്യമൂർത്തി എങ്ങനെയാ? അതാണ് ഭഗവാന്റെ വികൃതി. എന്താ, സന്ധ്യാവന്തനം കഴിക്കാൻ വെള്ളമെടുത്തതാ കയ്യിൽ. അപ്പം അതിലൊരു എന്തൊരു ഭംഗി, നല്ലൊരു സ്വർണ്ണ മത്സ്യമായിട്ട് ആ വെള്ളത്തിൽ വന്നു. പുഴയിൽ നിന്ന് വെള്ളം മുക്കി എടുക്കുമ്പോൾ അതിൽ മത്സ്യം വന്നു എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ അത്ര വലിയ അത്ഭുതമൊന്നും വിചാരിക്കാനില്ല. കുട്ടികളൊക്കെ കളിക്കുമ്പോൾ തോർത്ത് മുണ്ടിൽ മത്സ്യം പിടിച്ച് കളിക്കാറൊക്കെ ഉണ്ടാവും. അത്ഭുതപ്പെടാനൊന്നുമില്ല. രാജാവ് അതിനെ അവിടെ കളഞ്ഞു. അപ്പം മത്സ്യമൂർത്തി എന്താ പറയണത്? അയ്യോ രാജാവേ, എന്നെ കളഞ്ഞു, എന്നെ രക്ഷിക്കണേ, ഞാൻ ചെറിയൊരു മത്സ്യമല്ലേ, ഇതിൽ വലിയ വലിയ മത്സ്യങ്ങളുണ്ട്, അതെന്നെ തിന്നും. അങ്ങനെയാണ് ഞങ്ങളുടെ സ്വഭാവം. വലിയ ജന്തുക്കളൊക്കെ ചെറിയ ജന്തുക്കളെ തിന്നും, മത്സ്യങ്ങളാണ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പം രാജാവിനൊരു കൗതുകം തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും തമാഹ സാധികരുണം മഹാകാരുണികം നൃപം. രാജാവിൻ്റെ സ്വഭാവം അറിയാം, നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യാന്നറിയില്ല. മഹാരാജാവ് മഹാകാരുണികം ആയതുകൊണ്ട് ആ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ആ മത്സ്യത്തിനെ എടുത്ത് രക്ഷിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് അതിനെടുത്ത് കമണ്ടലൂലിട്ട് ആശ്രമത്തിലേക്ക് പോയപ്പോഴോ ഒരു രക്ഷയില്ല. അവിടെ ചെന്നപ്പോഴേക്ക് നാഹം കമണ്ഡലാവസ്മിൻ കൃച്ഛം വസ്തു മിഹോത്സഹേ
കൽപ്പയൗകസ്സു വിപുലം യത്രാഹം നിവസേ സുഖം. എനിക്ക് വേറെ ഒരു സ്ഥാനം തരണേ. ഞങ്ങളുണ്ടല്ലോ വേഗം വേഗം വലുതാവണ ഒരു തരം മത്സ്യ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗം വലുതാവണത്. അതെ, എൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് വേറെ നല്ലൊരു സ്ഥലം തരണേ. മത്സ്യം. അതാണ് മഹാരാജാവിന്. എന്നാ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുട്ടകം പോലത്തെ ഒരു പാത്രത്തിൽ അതിനെ എടുത്തിട്ടു. തത്ര ക്ഷിപ്ത മുഹൂർത്തേന ഹസ്തത്രയം അവർദ്ധത. അത്രയല്ലേ വലിപ്പുള്ളൂ. എന്നാൽ വലിയൊരു ചെമ്പ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അതിലെടുത്തിട്ടു. കാര്യം ഉണ്ടായില്ല. നമ ഏതദലം രാജൻ സുഖം വസ്തു മുദഞ്ജനം പൃഥുദേഹി പദം മഹ്യം യത്വാഹം ശരണം ഗത. അയ്യോ മഹാരാജാവേ, എവിടെയും എനിക്ക് സ്ഥലമില്ലാണ്ടായി എന്നാണ് പിന്നെ വിളിച്ച് പറയണത്. അപ്പം എന്തായി? തടാദായ സാരാജ്ഞ ക്ഷിപ്താരാജൻ സരോവരെ. വലിയൊരു തടാകത്ത് കൊണ്ടുപോയിട്ടു എന്നാണ്. തടാകത്ത് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോഴോ എൻ്റെ ഈശ്വര, അവിടുന്ന് നിലവിളിയെ കേൾക്കാനുള്ളൂ. അയ്യോ മഹാരാജാവേ, ഞാൻ ഇവിടെയും കൊള്ളാണ്ടായിരിക്കണു എന്നെ. ഇനിയിപ്പോൾ എവിടെയാ അതിന്? പുഴയിൽ കൊള്ളാത്ത ആളെ ഇനി എവിടെയാ കൊള്ളിക്കുക? അതിന് സമുദ്രം തന്നെയല്ലേ ഉള്ളൂ. പിന്നെ തോട് കീറി സമുദ്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മഹാരാജാവിനോട് ചോദിക്കുക, അല്ല ഇപ്പം എന്താ ഉണ്ടായത്? പുഴയിൽ എന്നെ വലിയ മത്സ്യം തിന്നെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ രക്ഷിക്കാൻ പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്നെ സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടുക. അവിടുത്തെ ഒരു കഥ എന്താ? വലിയ വലിയ തിമിംഗിലങ്ങൾ, മകരമത്സ്യങ്ങൾ ഒക്കെയാണ് അവിടെ ഉള്ളത്. അവരെന്നെ തിന്നില്ലേ എന്നാണ് ഈ മത്സ്യമൂർത്തിക്ക് സത്യവ്രതനോട് ചോദിക്കാനുള്ളത്. മനസ്സിലായി? ഏവം വിമോഹിതസ്തേന വദന വദതാ വൽഗു ഭാരതി. ഇത്ര മനോഹരമായിട്ട് വർത്തമാനം പറയാൻ അവിടുത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. ഭഗവാനെ, അവിടുന്ന് ആരാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു രൂപെടുത്ത് വന്നത്? ഇപ്പം ചോദിക്കാറായി. എന്താ ഭഗവാൻ നമ്മളെയൊക്കെ പഠിപ്പിക്കുക? ഇപ്പം പറഞ്ഞില്ലേ, ഹൃദയശേർജുന തിഷ്ഠതി എന്ന് പറയണത്. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇരിക്കണത്. ഹനുമാൻ കാണിച്ചു കൊടുത്തു. എവിടെയാ ശ്രീരാമനും സീതയും? ഒരു സംശയം ഉണ്ടായില്ല. ആ മാറ് കീറി കാണിച്ചു കൊടുത്തില്ലേ എല്ലാവർക്കും? അപ്പോൾ ഭക്തന്മാർക്ക് അത് അനുഭവമാണ് ഭഗവാൻ എവിടെയാ ഇരിക്കണതെന്ന്. അതിപ്പോൾ സത്യവ്രതനും അനുഭവപ്പെട്ടു. നൂനന്ത്വം ഭഗവാൻ സാക്ഷാൽ ഹരിർ നാരായണോ വ്യയ അനുഗ്രഹായ ഭൂതാനാം ധൽസേ രൂപം ജലൗകസം. മനസ്സിലായി? അവിടുന്ന് എല്ലാവരെയും അപ്പോഴും ആ വാക്കേ വന്നുള്ളൂ. എന്നെ അനുഗ്രഹിക്കാനാണ് എന്നുള്ള സ്വാർത്ഥം അവിടെ വന്നില്ല മഹാരാജാവിന്. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആളാണ് അവിടുന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് വന്നിരിക്കണത് എന്ന് ധൈര്യമായിട്ട് പറയാറായി. വീണങ്ങനെ നമസ്കരിച്ചു. ഭക്താനാം ന പ്രപന്നാനാം മുഖ്യോ ഹ്യാത്മഗതിർ വിഭോ. ഇതല്ലേ അവിടുത്തെ സ്വഭാവം. സർവേ ലീലാവതാരാസ്തേ ഭൂതാനാം ഭൂതിഹേതവ ജ്ഞാതുമിച്ഛാമ്യതോ രൂപം യഥർത്ഥം ഭവതാധൃതം. അതാണ്. ആരും അവിടുത്തെ ഭജിച്ചാൽ അത് വെറുതെ ആവില്ല, തീർച്ചയാണ്. അപ്പോൾ അവിടുന്ന് ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രൂപെടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ്. അത്ഭുതമാണ്. ആലോചിച്ചാൽ വീണ് നമസ്കരിച്ചു മഹാരാജാവ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആളുള്ള സത്യം പറയാറായി. സപ്തമേദ്യതനാദൂർധമഹന്യേത ദരിദ്രമ. 7-ാം ദിവസം പ്രളയം വരാൻ പോണു എന്ന് ഭക്തന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്. മഹാരാജാവിന് പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുത്ത പ്രളയമാണത് അഭിപ്രായമുണ്ട്. എന്തായാലും ആ സമയത്ത് പ്രളയത്തിൻ്റെ ഒന്നും സമയമായിട്ടില്ല. സത്യവ്രതന് ഒരു മോഹം ഉണ്ടായിരുന്നു അത്രേ, പ്രളയം കാണണം ഒരു മോഹം ഉണ്ടായിരുന്നു അത്രേ. ഏതായാലും നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും പ്രളയം കാണണമെന്ന് ഇനി മോഹം ഉണ്ടാവില്ല. കാരണം ഭഗവാൻ നല്ലോണം ഒരുവിധം ഭംഗിയാക്കി കാണിച്ചു കൊടുത്ത് സമാധാനമാക്കിയിരിക്കണു. അപ്പോൾ സത്യവ്രതന് അതായിരുന്നു മോഹം, പ്രളയം കാണണമെന്ന്. സാരില്ല, ഞാൻ കാണിച്ചു തരാം. ഇന്നൊക്കെ 7-ാം ദിവസം പ്രളയം വരും. അപ്പം അങ്ങ് ഓഷധികൾ വിത്തുകൾ ഒക്കെ എടുത്ത് കപ്പൽ വരും. സപ്തഋഷികൾ കയറിയ തോണി വരും. അപ്പോൾ അതിൽ കയറിക്കോളൂ എന്നാണ്. ഏകാർണവേ നിരാലോകേ. അങ്ങനെയുള്ള ആ പ്രളയത്തിൽ അങ്ങ് വരണ സമയത്ത് ആരുഹ്യ ബൃഹദീം നാവം, അങ്ങ് ഇതൊക്കെ എടുത്ത് ആ കപ്പലിൽ കയറിക്കോളൂ.
അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബധ്നീഹി മഹാഹിന. അപ്പോൾ അതിൽ കയറിയിട്ടും കാര്യമൊന്നുമില്ല, ഭയങ്കര തിരമാലയായിരിക്കും. ആ തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണ സമയത്ത് ഭയപ്പെടണ്ട. അതിൻ്റെ ഒപ്പം തന്നെ മത്സ്യമൂർത്തിയായിട്ടുള്ള എൻ്റെ വലിയ കൊമ്പ്, ഒറ്റക്കൊമ്പുള്ള മത്സ്യം ആയിട്ട്, സ്വർണ്ണ മത്സ്യമായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടോളാം. അപ്പോൾ നല്ലൊരു കയറ് വേണ്ടേ, അതാണ് വാസുകി. വാസുകിയും വരും. അപ്പം അവിടെ ആ വാസുകിയെ എടുത്ത് ആ ഭഗവാന്റെ കൊമ്പുമിൽ തോണിയെ ബന്ധിച്ചോളൂ, പിന്നെ ഞാൻ നോക്കിക്കോളാം എന്നാണ്. ഇങ്ങനെയുള്ള ഭഗവാന്റെ വാക്ക് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണ്ടേ? അതാണ് ചോദിക്കണത്. ഭക്തന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊരു സുഖം കിട്ടി എന്ന് നമ്മൾ ഭാഗവതത്തിൽ കാണുള്ളൂ. ഭക്തന്മാർക്ക് എത്ര ഭഗവാനെ പ്രേമിച്ചാലും മതിയാവില്ല. ഭഗവാനും അതെ, ഭക്തന്മാരെ എത്ര പ്രേമിച്ചാലും മതിയാവില്ല. ഇതാണ് ആ രാധാകൃഷ്ണ ലീല എന്ന് പറഞ്ഞാൽ, വൃന്ദാവനത്തിലെ കഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതായാലും ദാ പറഞ്ഞ പോലെ തതസമുദ്ര ഉദ്വേള സർവതപ്ലാവയൻ മഹിം, ആ ഗംഭീരായിട്ടുള്ള പ്രളയം വന്നു. അവിടെ മഹർഷിമാർ പറഞ്ഞു, രാജൻ ധ്യായസ്വ കേശവം. അവർ വലിയ മഹർഷിമാരാ, പക്ഷെ അവർ രാജാവിനോടാ പറയുന്നത്, രാജാവേ അവിടേക്കല്ലേ, അവിടുത്തോടല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഭഗവാനെ ധ്യാനിക്കൂ എന്ന്. അപ്പം കണ്ടു, ദാ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന. എന്തായിരിക്കും ഒരു ഗാംഭീര്യം, എന്തായിരിക്കും അതിൻ്റെ ഒരു മനോഹാരിത. ആ മത്സ്യമൂർത്തിയുടെ ആ വലിയ ഒറ്റക്കൊമ്പ അങ്ങനെ കണ്ടപ്പോൾ ആ തൻ്റെ തോണി അതുമ്മൽ അങ്ങനെ ബന്ധിച്ചു. അതാണ് നാരായണ കവചത്തിൽ അതാ പറയണത്, നമ്മളുടെ ജീവിതമാകുന്ന തോണി ഈ മത്സ്യമൂർത്തിയുടെ. ഗുരുവായൂരപ്പൻ യാതൊരു ഗുരുവായൂരപ്പനാണോ മത്സ്യമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, ആ മത്സ്യമൂർത്തിയുടെ കൊമ്പുമ്മിൽ ഇതാണ് മത്സ്യാവതാരം നമ്മളെ പഠിപ്പിക്കണത്. നമ്മളുടെ ജീവിതം ആ ഗുരുവായൂരപ്പൻ്റെ ആ മത്സ്യമൂർത്തിയായിരിക്കണ ഭഗവാന്റെ കൊമ്പുമ്മിൽ ബന്ധിച്ചോളൂ, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല എന്ന് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കണു. പരമാനന്ദയി പിന്നെ പേടിക്കണ്ട. അതാണ്. അപ്പോൾ നല്ലോണം സ്തുതിക്കാറായി. അനാദ്യ വിദ്യോപഹതാത്മസംവിധസ്തന്മൂല സംസാര പരിശ്രമാതുരാഹ. അതാണ് എത്രയോ കാലം എന്ന് തുടങ്ങിയതാണ് നമ്മളിങ്ങനെ കടന്ന് വിഷമിക്കാൻ നമുക്കറിയില്ല. ഇപ്പോഴും നമ്മൾ സുഖം കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക, പക്ഷേ നമുക്ക് പറ്റണില്ല, ആ സുഖം സമ്പാദിക്കാൻ പറ്റണില്ല. യദൃച്ഛയേഹോപസൃതായമാപ്നുയോ വിമുക്തിദോ ന പരമോ ഗുരുർഭവാൻ. എപ്പോഴാണോ ഭഗവാനെ ഗുരുവാക്കി സ്വീകരിച്ചിട്ട് ഭഗവാനെ യദൃച്ഛയാ, ഭാഗത്തിൽ സജ്ജനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കണ കഥയാണത്. എപ്പോഴാണ് നമുക്കത് തോന്നുക, അതിനും വേണം ഗുരുവായൂരപ്പൻ്റെ ചീട്ട് കിട്ടുക. ശരി, ഭഗവാൻ അങ്ങോട്ട് കാണിക്കും, ഇനി നീ ഇങ്ങോട്ട് പോരെ. എപ്പോഴാണോ അജാമിളനെ നാരായണ എന്ന് വിളിക്കാൻ തുടങ്ങിയത്, തോന്നിയത്, എപ്പോഴാണോ ഗജേന്ദ്രന് ഹരേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, അതാണ് യദൃച്ഛയ. അപ്പോൾ ഭഗവാൻ അതങ്ങോട്ട് തിരുവുള്ളം നമ്മുടെ നേർക്കുണ്ടായാൽ പിന്നെ വിഷമമില്ല. വിമുക്തിദോ ന പരമോ ഗുരുർഭവാൻ ജനോബുധോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹത്തെ സുഖം യൽ സേവയാ താം വിധുനോത്യസന്മതി. അത്രേ താമസമുള്ളൂ. ഭഗവാനെ എപ്പോഴാണോ സേവിച്ചു തുടങ്ങുന്നത് അതോട് കൂടിയിട്ട് എത്ര കട്ടിപിടിച്ച ഇരുട്ടായിക്കോട്ടെ, എത്ര വലിയ അജ്ഞാനായിക്കോട്ടെ, ഗ്രന്ഥിം ന ഭിന്ദ്യാ ഹൃദയം സനോ ഗുരു. ഗുരുവായൂരപ്പനെ നമ്മൾ ഗുരുവാക്കി സ്വീകരിച്ചാൽ മതി. ഗുരുവിനെ അന്വേഷിച്ച് പോണ്ട. ദാ ഭാഗവതം നമ്മൾ പറയണു, അത് സ്വർണം ശുദ്ധാക്കണ പോലെയാണ്. ഭഗവാനെ നമ്മൾ സേവിക്കും തോറും എങ്ങനെയാണോ അഗ്നിയിൽ സ്വർണം ശുദ്ധമായിട്ട് വരണത്, അതുപോലെ ഭക്തിയാകുന്ന ആ അഗ്നിയിൽ നമ്മളുടെ മനസ്സ് ശുദ്ധയ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശത്തെ. ആ ഭക്തി ഉണ്ടായി നമ്മളുടെ മനസ്സ് ശുദ്ധമാവണതോട് കൂടിയിട്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, നമുക്ക് ഭഗവാനെ കാണാറാവും. ഭഗവാന്റെ ഒരു സ്വഭാവോ നയൽ പ്രസാദായുധ ഭാഗലേശമന്യേ ച ദേവ ഗുരവോ ജനാ സ്വയം കർത്തും സമേത പ്രഭവന്തി പുംസ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. ഭക്തശിരോമണി, അത് പറയാനാണ് ഞാൻ നേരത്തെ ഭക്തശിരോമണിയുടെ കഥ പറഞ്ഞത്. പക്ഷെ അത്രയായപ്പോൾ അതിൽ മനസ്സ് പെട്ടപ്പോൾ ഈ കാര്യം പറയാൻ മറന്നുപോയി. ഭാഗവതം
വായിക്കാൻ മോഹിക്കണവരോട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ സേവിക്കാൻ മോഹിക്കണവരോട് ഭക്തശിരോമണി പറയണ വാക്കാണ് ഈ ശ്ലോകം 101 ജപിക്കാൻ. നമുക്ക് ആ ബോധമാണ് ഉണ്ടാവേണ്ടത്. എന്ത്? നയൽപ്രസാദായുധ ഭാഗലേശമന്യേച്ച ദേവ ഗുരവോ ജനാസ്വയം കർത്തും സമേത പ്രഭവന്തി പുംസ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. എല്ലാവരും കൂടി, ഗുരുക്കന്മാർ, ദേവന്മാർ, അങ്ങനെ എല്ലാവരും കൂടി ശ്രമിച്ചാലും എല്ലാവരും കൂടി അനുഗ്രഹിച്ചാലും ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ എത്രയോ അനുഗ്രഹത്തിൻ്റെ ചെറിയൊരു അംശം കൂടിയും അവരെല്ലാവരും കൂടി അനുഗ്രഹിക്കാൻ പുറപ്പെട്ടാലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സംശയിക്കാണ്ട് ഭഗവാനെ സേവിച്ചോളൂ. ഗുരുക്കന്മാർക്കും ഗുരുവാണ് ഭഗവാൻ എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണു. അതുകൊണ്ട് അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ വിഷമിക്കണത്. യയാ പ്രപദ്യേത ദുരത്യയം തമ ജനോ ജനസ്യ അതിശതയ മതീം ഗതിം അസതീം മതിം യയാ പ്രപദ്യേത ദുരത്യയന്തമ. ഇത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ദുഃഖിക്കേണ്ടി വരണത്. ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസ പ്രപദ്യതേയേന ജനോ നിജം പദം. കിട്ടേണ്ടത് കിട്ടണു, തോന്നേണ്ടത് തോന്നണു, അനുഭവിക്കേണ്ടതായിട്ടുള്ള അതിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണു, അനുഭവമാവണു. ഒരിക്കലും നിഷ്ഫലമാവാത്തതായ ആ ജ്ഞാനം, ആ വൈരാഗ്യം, ആ ഭക്തി, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വേണ്ട പോലെ നമുക്കുണ്ടാവണം. അത് മനസ്സിലാക്കാൻ പറ്റണില്ല. തഥാപി ലോകോ ന ഭവന്ത മന്ദധീഹി. കണ്ണിനല്ല കാഴ്ചയില്ലാത്ത, ബുദ്ധിക്ക് തെളിവില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ സേവിക്കാൻ നമുക്ക് തോന്നണില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പ തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ധ്യാർത്ഥദീപൈർഭഗവൻ വചോഭി ഗ്രന്ഥീൻ ഹൃദയാൻ വിവൃണുസ്വമോക. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുക. എന്താ കാരണം? ത്വം സർവലോകസ്യ സുഹൃൽ പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുർജ്ഞാനമഭീഷ്ടസിദ്ധി. ഭഗവാനാണ് നമ്മളുടെ എല്ലാം എന്ന് സത്യവ്രതൻ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സത്യവ്രതന് ഭഗവാൻ വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ആ മത്സ്യമൂർത്തി, നല്ല സൗകര്യമാണല്ലോ, തോണിയും വലിച്ചിങ്ങനെ നടക്കല്ലേ, വേറെ ജോലിയൊന്നുമില്ല. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കണതിന് വിഷമമില്ല, കേൾക്കണതിന് സത്യവ്രതനും വിഷമമില്ല. സുഖമായിട്ട് ആ ഉപദേശങ്ങളൊക്കെ കേട്ട് ആ പ്രളയം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വീണ്ടും പോരാ, അദ്ദേഹത്തെ മനുവാക്കി അനുഗ്രഹിച്ചു. പിന്നത്തെ മന്വന്തരത്തിലത്തെ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സത്യവ്രതൻ ശ്രാദ്ധദേവൻ. ഇനിയിപ്പം നവമസ്കന്ധത്തിൽ ശ്രാദ്ധദേവനിൽ കൂടിയിട്ടാണ് വംശവർണ്ണന ചെയ്യണത്. സൂര്യവംശവും സോമവംശവും ഉണ്ടായത് ഈ ശ്രാദ്ധദേവനിൽ നിന്നാണ്. അപ്പോൾ മത്സ്യമൂർത്തിയുടെ അവതാരം കൊണ്ടാണ് അദ്ദേഹം ആ മനുവായിട്ട് ഉയർന്നത് എന്നൊക്കെയുള്ള കഥകൾ. അപ്പം എന്താ അവിടെ നമുക്കും അതെ, നമുക്ക് എന്താണ് വേണ്ടത് നമുക്കറിയില്ല, പറയാനറിയില്ല. നമ്മൾ പറഞ്ഞാൽ അത് വേണ്ട പോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം? മത്സ്യമൂർത്തിയെ ഒന്ന് നമസ്കരിക്കുക. പ്രളയപയസിധാതു സുപ്തശക്തേർമുഖേഭ്യ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്ത ഹത്വാദിജം അകഥയോ ബ്രഹ്മസത്യവ്രതാനാം തമഹമഖിലഹേതും ജിംഹമീനം നതോസ്മി. ഭഗവാൻ ഏത് രൂപെടുത്താലും അത് മനോഹരത്തിൻ്റെ അങ്ങേയറ്റാണ്. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും ഭഗവാന്റെ സൗന്ദര്യം അപാരാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പ ആയിരിക്കണം അവിടുത്തെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് സത്യവ്രതൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മഋഷിയുടെ ഒപ്പം നമുക്ക് നമസ്കരിക്കാം. ഭഗവാൻ ഒരാളെയായിട്ട് അനുഗ്രഹിക്കുക പതിവില്ല. എന്തിനാ മത്സ്യമൂർത്തിയായിട്ട് വന്നിരിക്കണത്? ഹയഗ്രീവൻ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ചു. ആ ഹയഗ്രീവനെ കൊന്ന് വേദങ്ങളെ തിരിച്ച് ബ്രഹ്മാവിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മാവിന് അറിവുണ്ടാക്കി കൊടുക്കുന്നത്, കയ്യിൽ നിന്ന് അറിവ് നഷ്ടപ്പെടുന്ന സമയത്ത് ബ്രഹ്മാവിനെ ബ്രഹ്മാവാക്കണതും ഭഗവാനാണ്. അപ്പം നമുക്കൊന്നും പറയാനില്ല ഭഗവാനോട്. ഭഗവാന്റെ യോഗീന്ദ്രാണാം ത്വദംഗേഷു
അധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ. മഹാഗണപതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ? ഉണ്ണിക്കണ്ണനെടുത്ത് മടിയിൽ വെച്ചിരിക്കണത് ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത് എന്ന് മഹാഗണപതി നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഭാഗ്യസാധ്യ സുമനസ. ആദ്യം ഗണപതിയെ നമസ്കരിക്കുമ്പോൾ ഗണപതി എന്താ നമ്മളോട് കാണിച്ചു തരുന്നത്? അത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് അങ്ങോട്ട് പറയാം എന്നാണ് ഗണപതി നമ്മളോട് പറയണത്. എന്താ പറയണത്? ഈ കണ്ണനുണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചോളൂ ആണ് പറയണത്. യോഗീന്ദ്രാണാം തുതങ്കേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ. കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഗുരുവായൂരപ്പ മഹാഗണപതിയെ പ്രസാദിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.